എമ്പുരാന്റെ റീ എഡിറ്റിന് ശേഷമുള്ള തൃശ്ശൂർ രാഗത്തിലെ ആദ്യ ഷോ കഴിഞ്ഞ ഇപ്പോൾ ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. നമുക്ക് ആളോട് ചോദിക്കാം, ചേട്ടാ സിനിമ ഉണ്ടായിരുന്നു ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. സിനിമയിൽ കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അനുഭവപ്പെട്ടോ? നമുക്ക് അങ്ങനെ ഫസ്റ്റ് കാണുന്ന ഫീൽ ചെയ്യില്ല. പടം ആദ്യമായിട്ടാണ് കാണുന്നത്? അല്ല, ഈ കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അനുഭവപ്പെട്ടോ? കുഴപ്പമില്ല. ഒരു 24 കട്ടൊക്കെ ഉണ്ട്, അതൊക്കെ അനുഭവപ്പെട്ടായിരുന്നു? ഇല്ല, അനുഭവപ്പെട്ടില്ല. ഞാൻ കണ്ടിരുന്നു, അപ്പൊ അത് വലിയ വ്യത്യാസം തോന്നില്ല. ഈ സിനിമയിൽ സുരേഷ് ഗോപിയുടെ പേര് എഴുതി കാണിക്കുന്നുണ്ടോ? ഇല്ല. എഴുതി കാണിക്കുന്നില്ല. ഈ മുമ്പ് കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, മറ്റ് എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെട്ടതായിട്ട്? ഇല്ല, എനിക്ക് അധികം വ്യത്യാസം കാണുന്നില്ല. ഈ സിനിമ കണ്ടോ? സിനിമ കണ്ടു. സിനിമയ്ക്കകത്ത് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതായത് 3-4 സീനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, അനുഭവപ്പെട്ടായിരുന്നു? അനുഭവം ഞാൻ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് വീണ്ടും കണ്ടപ്പോൾ ചിലത് മനസ്സിലായി. കട്ട് ചെയ്തിട്ടുള്ളത് അത് ആ റാപ്പ് സീൻ കട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നോ? അത് ഒഴിവാക്കേണ്ടത് തന്നെയായിരുന്നു. എന്തായാലും ഈ സിനിമയിലെ ചില രംഗങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നൊക്കെ ചില ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ആ സിനിമയിൽ ആദ്യമായിട്ട് സിനിമ കണ്ടോ? സിനിമയിൽ ചില സീനുകളൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അനുഭവപ്പെട്ടോ? കട്ട് ചെയ്തു എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാരണം അതറിഞ്ഞു മനസ്സിലായി ഏതൊക്കെയാ കട്ട് ചെയ്തെന്നുള്ളത്. ഓൾറെഡി നമ്മൾ ആ ഒരു പ്രഗ്നന്റ് ലേഡീനെ വലിച്ചഴിക്കണം, ആ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ഡിസൈനുകളൊക്കെ കുറച്ചു, എന്നാലും കുഴപ്പമില്ല, സൂപ്പർ. സിനിമ കണ്ടിരുന്നോ? കണ്ടിരുന്നു. സിനിമയിൽ ചില രംഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടോ? സ്റ്റാർട്ടിങ്ങിലുള്ള സീൻസ് കുറച്ച് മനസ്സിലായിരുന്നു, കുറച്ച് മ്യൂട്ട് ചെയ്തതൊക്കെ മനസ്സിലായിരുന്നു. സിനിമയിലെ രംഗങ്ങൾ കട്ട് ചെയ്താലും പടം കുഴപ്പമില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ രാഗത്തിൽ ഉച്ചയ്ക്ക് ശേഷം 1:15 ഷോയുണ്ട്. ആ ഷോയും ഹൗസ്ഫുള്ളായി തന്നെ എമ്പുരാൻ നിറഞ്ഞോടുകയാണ്. സുജി പട്ടാമ്പിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.